നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ബുക്സ് ആർ ദ കാരിയേഴ്സ് ഓഫ് സിവിലൈസേഷൻ. വിത്തൗട്ട് ബുക്സ് ഹിസ്റ്ററി ഈസ് സൈലൻറ്റ്, ലിറ്ററേച്ചർ ഈസ് ഡംപ്, സയൻസ് ഈസ് ക്രിപ്പിൾഡ്. അതിന് സമാനമായി പുസ്തകങ്ങളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇൻ്റർനെറ്റ് ലിറ്ററേച്ചറും നോർമൽ ലിറ്ററേച്ചറും കമ്പാരിസൺ ചെയ്യുമ്പം നോർമൽ ലിറ്ററേച്ചർ തന്നെയാണ് അതിജീവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു, പക്ഷേ ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ഒരിക്കലും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. AI ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു, ഓതർലെസ് ബുക്കുകൾ വരുന്നു, ഓതേഴ്സ് ഇല്ലാത്ത പുസ്തകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ചുവിടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേരള നിയമസഭയ്ക്കുള്ളത്. ഞങ്ങളിത് തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം, യൂത്തിനിടയിൽ ഡ്രഗ്സ് അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റീഡിംഗ് ഈസ് എൻ അഡിക്ഷൻ, വായനയാണ് ലഹരി എന്ന സെൻട്രൽ സ്ലോഗൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പുസ്തകോത്സവം ആരംഭിച്ചത്. ഞങ്ങളുടെ പുസ്തകോത്സവത്തിന് നല്ല പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ നല്ല പിന്തുണ നൽകി, ഗവൺമെൻറ്, മുഖ്യമന്ത്രി നല്ല പിന്തുണ നൽകി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നല്ല പിന്തുണ നൽകി. എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റും പ്രതിപക്ഷവും നല്ലതുപോലെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും പിൻബലവും നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ പുസ്തകോത്സവം ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകോത്സവമായി മാറിയത്. ഇതിൻ്റെ 4th എഡിഷൻ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നു. 4th എഡിഷനിൽ അങ്ങ് വടക്കൻ കേരളത്തിൽ മാത്രമുള്ള തെയ്യത്തെ ഞങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ആസ്വാദകരമായ 7 ദിവസം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആസ്വാദകരമായ രീതിയിൽ ഒരു പുസ്തകോത്സവമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രഥമ പുരസ്കാര ജേതാവ് പപ്പേട്ടൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. 4ാമത്തെ പുരസ്കാര ജേതാവ് NS മാധവനാണ്, അദ്ദേഹവും വേദിയിലുണ്ട്. ഞങ്ങൾ 2ാമത് നൽകിയത് MT വാസുദേവൻ നായർക്കായിരുന്നു, 3ാമത് നൽകിയത് M മുകുന്ദനായിരുന്നു, 4ാമത്തെ പുരസ്കാരം ശ്രീ NS മാധവനാണ് ഞങ്ങൾ നൽകിയത്. അതോടൊപ്പം ഈ പുസ്തകോത്സവത്തിൽ വെച്ച് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുഷ്താഖാണ്. അതുപോലെ കോമൺവെൽത്ത് പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് കൂടി ഈ ചടങ്ങിൽ സംബന്ധിക്കും എന്നുള്ളതാണ് ഈ ചടങ്ങിനെ ശ്രദ്ധേയമാക്കുന്നത്.